വിധി പ്രഖ്യാപനത്തിനു ശേഷം പ്രതിയെ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന പോലീസുകാർ, പ്രതിക്ക് നേരെ പെൺകുട്ടിയുടെ കുടുംബം, നാട്ടുകാരെല്ലാം വലിയ പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രതിഷേധക്കാർക്കിടയിലൂടെ പോലീസ് പ്രതിയെ ജീപ്പിനകത്തു കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, വളരെ പണിപ്പെട്ടാണ് പോലീസുകാർ അയാളെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നത്. ഞാനൊരു തമിഴ്കാരിയാ, മലയാളത്തുകാരി കൊച്ചിനെയാ ഞാൻ കെട്ടിയ. അവർക്ക് കുഞ്ഞുങ്ങളില്ല, ഒത്തിരി ആശുപത്രി പോയി. ഞാൻ കുഞ്ഞു പിള്ളേ പറഞ്ഞു 7 മാസത്തിലെടുത്ത് ആ കൊച്ചിനെ അവളുടെ കൈ കൊടുത്തതാ. അവളൊക്കെ അത് കൊഞ്ഞുപോലെ അവളെ വളർത്തി. സ്മിത, വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധമാണ് ഇവിടെ നടന്നത്. കാരണം ആ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ബന്ധുക്കളുടെ വികാര പ്രകടനം എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആ കോടതിയുടെ മുട്ടക്കറിയും ചോറും തിന്ന് എന്ന് പറഞ്ഞു. എനിക്ക് മുട്ടക്കറിയും ചോറും വേണ്ട, എനിക്ക് പുട്ടാ വലിയ ഇഷ്ടമെന്ന് പറഞ്ഞു. കൊഞ്ഞ് പുട്ടും എൻ്റെ വാങ്ങിച്ച് മുമ്പിൽ പോയി നോക്കുമായിരുന്നു. നോക്കുമ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ 2 അലമാരിയുണ്ട്. 2 അലമാരിക്കകത്തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ കയറി ചെന്ന് പോയി സാള്, അവളുടെ മരുമകളുടെ സാളെടുത്ത് കയ്യിലെടുത്ത് വെച്ചോണ്ട് ഈ പെണ്ണിനെ വായും കണ്ട് പൊത്തി വെച്ച് ബലാത്കാരം ചെയ്തച്ച് പൂജാമുറിയിൽ ഈ ആനയ്ക്ക് വെക്കുകയല്ലേ വെച്ചോട്ടെ. മാതാപിതാക്കൾ വരുന്നുണ്ട്. കേസാ എങ്ങനെയാ തെളിവില്ലാതെ പോയത്? ജഡ്ജ്മെന്റ് പോലും വായിക്കാതെ ഒരു ഈ കേസ് വെറുതെ വിട്ടിരിക്കാന്ന് പറയുന്നു. ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇത് അവൻ സമ്മതിച്ച്, കുറ്റം സമ്മതിച്ച് അവൻ പറഞ്ഞതിന് ശേഷമേ പോലീസുകാർക്ക് അറിയത്തുള്ളൂ ഇവനാ കുറ്റക്കാരനെന്ന്. അവൻ പറഞ്ഞത് മാത്രം വെച്ച് മൊഴി എഴുതിയത. അവൻ 4 ദിവസം മുമ്പേ അവൻ തെളിവുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ കേസ് അവരെഴുതി തയ്യാറാക്കുന്നത്. എന്നിട്ട് ഒരുപാട് തെളിവുകൾ അവന് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്നും പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കേസിന് തെളിവില്ലെന്ന് പറഞ്ഞുകൊണ്ട്, എന്ത് കാരണം കൊണ്ടാണ് ഇപ്പോൾ കേസ് വെറുതെ വിട്ടിരിക്കുന്നത് അറിയത്തില്ല. അപ്പീലിന് ഇനി ഞാൻ പോകാൻ തയ്യാറില്ല. ഇനി അവനെ വെറുതെ വിട്ടില്ല, ഞങ്ങൾ കൈകാര്യം ചെയ്തോളൂ, ഞങ്ങൾ വീട്ടുകാർ കൈകാര്യം ചെയ്തോളൂ. ഇനി കേസേ വേണ്ട, ഞങ്ങൾ കേസിന് ഇതിന് പേര് കേസിന് ഞാൻ പോകത്തില്ല, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ എന്നെ കുറ്റക്കാരനാക്കിയത് ഈ കോടതിയാ. കുറ്റക്കാരനാക്കാൻ പോകുന്നു. അവനെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ആരെങ്കിലും അവൻ തീർക്കുന്നു. അതാണ് ഞാൻ ചാനലുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇതിന് ഈ കേസ് തുടങ്ങിയപ്പോൾ മുതൽ, ആദ്യം മുതൽ നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. ഈ കേരളം മൊത്തം അറിയിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ എല്ലാവർക്കും വെറുതെ ഒരുപാട് നന്ദി. ഇനിയുള്ള കാര്യം ഞങ്ങൾ അടുത്ത പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ചിട്ട് അത്രേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്നത് വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ അവര് 1 മാസം മുമ്പ് തന്നെ ഈ സുന്ദരൻ അറിയാം അവൻ മകൻ വെളിയിൽ വരുമെന്ന്. അവന്റെ നാട്ടിൽ വീടൊക്കെ വാങ്ങിച്ച് അവൻ ഇട്ടിട്ടുണ്ട് അവനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഈ ജഡ്ജി ശരിക്കും കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അത് കാരണം ഞങ്ങളുടെ മുമ്പിൽ അവർ ജഡ്ജ്മെന്റ് വായിച്ചിട്ടേ ഇല്ല. ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ഇടണോ? ഇവര് ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ല, ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല. വന്ന ഉടനെ അവള് പുറത്ത് വിട്ടു, വെളിയിൽ വിട്ടു, അത്രേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങൾ മേളിൽ പോകും, മേൽക്കോട്ട് ഞങ്ങൾ പോകും. ഇവനെ ഞങ്ങൾ വിടത്തില്ല. കേസ് നടക്കുമ്പോ 1 മാസം മുമ്പ് തന്നെ അവർക്കറിയാം. 1 മാസം മുമ്പ് തന്നെ പ്രതിയുടെ അപ്പം പറയുന്നു അവനെ വെറുതെ വിടും എന്നുള്ളത്. ഈ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജഡ്ജി പറയുക, ഈ പ്രതിയുടെ വക്കീലിനോട് പറയുക, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് പറയുക. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ ഈ വാദം നടക്കുമ്പോൾ തന്നെ പ്രോസിക്യൂട്ടറിന്റെ വാദം കേൾക്കാതെ അവർ ഉറങ്ങി വീഴുകയാണ് ചെയ്തത് ഈ ജഡ്ജി. പിന്നെ എങ്ങനെയാ ഈ കേസിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്? മനസ്സിലാക്കുവോ? അവര് ഉറങ്ങി വീണ് ഞങ്ങളുടെ കേസ് അവർ ശരിക്കും പഠിച്ചിട്ട് പോലും ഇല്ല. പഴയ ജഡ്ജിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അവരുടെ മുമ്പിലെ എവിഡൻസ് ഞങ്ങൾ സാക്ഷികളും എല്ലാം ഞങ്ങൾ പറഞ്ഞത്. അത് കാരണം അവര് ജഡ്ജി വന്ന് ഞങ്ങൾക്ക് തീർപ്പില്ലെങ്കിൽ ഞങ്ങൾ ഇവരെ
വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചിട്ടാ ഈ തീർപ്പ്. പക്ഷെ ഇതുവരെ ഒരു ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ല. ഒരുപാട് വിഷമമുണ്ട്. ഒരുപാട് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിന് നീതി കിട്ടിയില്ല. ഞാൻ ആ കുഞ്ഞിനെ കൊന്ന് കെട്ടിച്ചേച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാണ് വെറുതെ വിട്ട്. അവനിപ്പോ ഒന്നും ചെയ്തില്ല. അവൻ വായ കൊണ്ട് പറഞ്ഞിട്ട് പോലും വെറുതെ വിട്ടേക്കുവാ. മനസ്സിലാക്കിയില്ലെന്നാണ് അറിയുന്നത്. എത്ര തെളിവ് വേണോ അവർക്ക്? അടുത്ത് നിന്ന് കണ്ട സാക്ഷി വേണമെന്ന്. കണ്ട സാക്ഷി അവൻ അടുത്ത ആളെ വെച്ചോണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവർ കണ്ട സാക്ഷി വേണമെന്ന് അവർ പറയുന്നത്. എല്ലാം കണ്ടോണ്ടിരുന്നു. അവര് ഈ കേസ് വെറുതെ വിട്ടിരിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇതിന്റെ അകത്ത് കാരണങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല. അപ്പൊ നോക്കണം എങ്ങനെയാണെന്നുള്ള ഇതിന്റെ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ തീർപ്പിൽ ഞങ്ങൾക്ക് ഒരു വിശ്വാസവും ഇല്ല. ഞങ്ങൾക്ക് ഒരു തൃപ്തിയില്ല. ഇവര് പറഞ്ഞ തീർപ്പ് എന്തിനാ പോലീസുകാരൊക്കെ എന്തിനായി തൊപ്പിയും വെച്ചിട്ടിരിക്കുന്നത്? നിങ്ങൾ കേസ് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കേസ് കണ്ടില്ലേ? ഇങ്ങനെയാ പോകത്തുള്ളൂ. പിന്നെ അറിയാമോ എത്ര നൂറുകണക്കിനുള്ള പോലീസാ എന്റെ വീട്ടിൽ വന്ന് എന്റെ കൊച്ചിന്റെ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? പോലീസൊക്കെ വേണ്ട. ഞങ്ങൾക്ക് ആദ്യം വിശ്വാസമില്ല. നൂറുകണക്കിന് പോലീസ് വന്ന എന്റെ കുഞ്ഞിനെ കൊന്നവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇപ്പൊ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് അവനെ വെറുതെ വിട്ടിട്ടുണ്ട്. ഈ ജഡ്ജി കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അതാ സത്യം. ചുമ്മാ വെറുതെ ഒന്നുമേ കസേരയിലോ ഇരിക്കാൻ പറഞ്ഞു, ഒപ്പിടാൻ പറഞ്ഞു. ഇതുവരെ ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ല. ഏതെങ്കിലും കേസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ജഡ്ജ്മെന്റ് വായിക്കാതെ ഏതെങ്കിലും കേസുണ്ടോ? ജഡ്ജ്മെന്റ് വായിക്കാതെ വെറുതെ വിടുവോ? ഇതാണ് ഇവിടെ നടക്കുന്നത്. കാശ് കൊടുത്താൽ ഇനി ഞങ്ങളുടെ അപ്പീലേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ അപ്പീലേ ഉള്ളൂ. അവിടെ എന്നാ സാറേ ലക്ഷങ്ങൾ കൊടുത്താൽ പുറത്തു വിടും. ഈ ദൃശ്യങ്ങൾ കട്ടപ്പന അതിവേഗ കോടതി പരിസരത്ത് നിന്നാണ്. അവിടെ 6 വയസ്സുകാരിയെ, വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടതിലുള്ള രോഷപ്രകടനം, വലിയ പ്രതിഷേധം, അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് കോടതി പരിസരത്ത് നമ്മൾ കാണുന്നത്. വീണ്ടും ആ കുട്ടിയുടെ പിതാവ് സംസാരിക്കുകയാണ്. മാതാവുണ്ട്, ബന്ധുക്കളുണ്ട്. കാരണം ഇവര് നമ്മൾ ഈ കേരളീയൻ ചാനലിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ വീഡിയോക്കകത്ത് ഇത് എങ്ങനെയാണ് നടന്നതെന്നുള്ള കാര്യം മുഴുവനുമായിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവന്മാർക്ക് വേണ്ട ആവശ്യമുള്ളത് അതിനകത്ത് കുഞ്ഞ് ഷാള് തന്നെ കളിച്ച് മരിച്ചതാണെന്നാണ് ഞങ്ങൾ കരുതിയതെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രം എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ജഡ്ജിനെ കാണിച്ച്, അപ്പോൾ അത് അങ്ങനെയാണോ? അപ്പോൾ അത് തന്നെ കളിച്ചായിരിക്കും, ആ രീതിക്ക് അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് ഈ കേസ് നടക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ ഈ പുറത്തിരുന്ന് കണ്ട് ഈ കേട്ട മാതിരിയല്ല ഈ കേസ്, ഇത് വേറെ മാതിരിയായിട്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്ക് പേടി തോന്നി. അപ്പോൾ ഇവർ നമുക്ക് അനുകൂലമായിട്ട് ഒരു വിധി ഉണ്ടാക്കുമെന്ന് നമുക്ക് അന്നേരം തന്നെ നമുക്ക് തോന്നിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു വിധി വന്നത് നമുക്ക് വളരെ 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 ബുദ്ധിമുട്ടാണ്. മരിക്കാൻ തോന്നുന്നു. അതേപോലെയാണ് നമുക്കിപ്പോൾ സങ്കടമായിട്ടിരിക്കുന്നത്. എന്തോ അപ്പീലിന് പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിക്കണം. പ്രതി അർജുൻ കുറ്റക്കാരനല്ല എന്നാണ് കട്ടപ്പനയിലെ അതിവേഗ കോടതി വിധിച്ചത്. അർജുനെതിരെ പോലീസ് ചുമത്തിയ ബലാത്സംഗം, കൊലപാതകം ഉൾപ്പെടെ ഒരു കുറ്റവും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. വിധി കേട്ട് 6 വയസ്സുകാരിയുടെ മാതാവ് പൊട്ടിക്കരഞ്ഞു. നാടകീയ രംഗങ്ങൾക്കാണ് കോടതി പരിസരം സാക്ഷ്യം വഹിക്കുന്നത്.